സൂര്യദേവന്റെ പിറന്നാൾ ദിവസമായിരുന്ന ഡിസംബർ 25-ന് കോപ്പി അടിച്ചതാണോ ക്രിസ്മസ്? ഈ ഒരു അവകാശവാദം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചില നിരീശ്വരവാദികളും ചില പന്തകുസ്ത വിഭാഗങ്ങളും മാത്രമല്ല, ഫാദർ പോൾ തേലക്കാട്ടിനെ പോലെയുള്ള വൈദികർ വരെ പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമാണിത്. എന്താണ് ഇവരുടെ വാദത്തിൻ്റെ കാതൽ? അതായത് ജനപ്രിയമായിരുന്ന ഒരു പേഗൻ ഉത്സവ ദിനത്തെ തങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാം ഇത്. ഒന്നുകിൽ സോൾ ഇൻവെക്റ്റസിൻ്റെ ആരാധനയോട് നേരിട്ട് മത്സരിക്കാനായിട്ട്, അതുമല്ല എങ്കിൽ മതം മാറ്റത്തിൻ്റെ ഒരു തന്ത്രമെന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ക്രിസ്മസ് സൂര്യദേവൻ്റെ തിരുനാളിനെ കോപ്പി അടിച്ചതാണ് എന്നതാണ് ഇവരുടെ വാദം. ഇത്തരം അവകാശവാദങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ തിയറി. ക്രിസ്ത്യാനികൾ മറ്റൊരു ദൈവത്തിൻ്റെ, അതൊരു പക്ഷേ സോൾ ഇൻവെക്റ്റസ് ആകാം, അല്ലെങ്കിൽ മറ്റു ചിലരൊക്കെ വാദിക്കുന്നത് പോലെ മിത്രയോ ഹോറസോ ഒക്കെ ആകാം, അവരുടെ ജന്മദിനമോ അല്ലെങ്കിൽ തിരുനാളോ മോഷ്ടിച്ചതാണ് ക്രിസ്മസ് എന്ന വാദമാണ്. ഇതിൽ മിത്രയുടെയും ഹോറസിൻ്റെ ഒക്കെ കാര്യം പറയുകയേ വേണ്ട, കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും ഇതുപോലെയുള്ള എല്ലാ വാദങ്ങൾക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. 1800കളുടെ അവസാനം ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതന്മാർ ആരംഭിച്ച ഒരു താരതമ്യ പഠനത്തിൽ നിന്നാണ് ഇത്തരം തിയറികളുടെയൊക്കെ ആരംഭം. ഹിസ്റ്ററി ഓഫ് റിലീജിയൻ സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് ഇത്തരം താരതമ്യ പഠന രീതികളെല്ലാം അറിയപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു 1889 ഈ സിദ്ധാന്തം പ്രചരിപ്പിച്ച ഹെർമൻ യൂസ്നർ. സോൾ ഇൻവെക്റ്റസിന്റെ ജനപ്രീതി തകർക്കാനോ തട്ടിയെടുക്കാനോ ആണ് ക്രിസ്ത്യാനികൾ ഡിസംബർ 25 തിരഞ്ഞെടുത്തത് എന്നൊരു വാദം ശക്തമായിട്ട് ഉന്നയിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ വാദഗതിയിലേക്ക് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം. ഏതായാലും ഈ വാദഗതികൾ ഉന്നയിക്കുന്നവർ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ വേർഷൻ ഇതാണ്, അടിച്ചമർത്തൽ സിദ്ധാന്തം എന്ന് നമുക്കിതിനെ വിളിക്കാം. ക്രിസ്തുമതം റോമിലെ ഔദ്യോഗിക മതമായപ്പോൾ മറ്റു മതങ്ങളെ നിരോധിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾക്ക് അവരുടെ പഴയ ആചാരാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരൊന്ന് തണുപ്പിക്കാനായിട്ട് പേഗൻ ആചാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഭ സ്വന്തം ആഘോഷങ്ങളെ മാറ്റിമറിച്ചു. ഇനി രണ്ടാമത്തെ വേർഷൻ കോപ്പിയടി സിദ്ധാന്തം എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇവിടെ അടിച്ചമർത്തലല്ല, സ്വാധീനിക്കലാണ്. പേഗൻ മതങ്ങളുടെ ഇടയിൽ ജീവിച്ചപ്പോൾ അവരെ ആകർഷിക്കാനും അവരോട് മത്സരിക്കാനും വേണ്ടി അവരുടെ ആഘോഷങ്ങൾക്ക് സമാനമായ മറ്റ് ആഘോഷങ്ങൾ ക്രൈസ്തവർ ആരംഭിച്ചു. അതായത് പേഗൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം കൊണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ ആഘോഷങ്ങൾ ഏറ്റെടുത്തു. ഇതാണ് ചുരുക്കത്തിൽ ഈ കോപ്പിയടി സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ 2 വാദങ്ങളും പരസ്പര വിരുദ്ധമാണ്. രണ്ടിലും ഏതെങ്കിലും ഒന്നേ ശരിയാകും. എന്നിരുന്നാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഈ തിയറികളൊക്കെ ചരിത്ര രേഖകൾ വെച്ച് നമുക്ക് അപ്പാടെ പൊളിച്ചെടുക്കാം. വിശദമായ മറുപടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആരോപണങ്ങൾക്കൊക്കെ ചുരുക്കത്തിൽ ഒരു മറുപടി ആദ്യം കൊടുക്കാം. ഒരു പേഗൻ ഉത്സവം അല്ലെങ്കിൽ ഒരു ഉത്സവം ഒരു സമൂഹത്തിലെ മറ്റുള്ളവരെ സ്വാധീനിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 യോഗ്യതകളെങ്കിലും അതിന് വേണം. ഒന്ന്, അതിനൊരു പാരമ്പര്യം ഉണ്ടാകണം. ഒരു കുറച്ച് കാലമായിട്ടെങ്കിലും ആഘോഷിച്ചു വരുന്ന ഒരു ആഘോഷമായിരിക്കണം. 2, ജനകീയത. അതൊരു ജനകീയമായ ഒരു ആഘോഷമാണെങ്കിൽ മാത്രമേ പൊതുവായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എത്രമാത്രം വ്യാപ്തി അതിനുണ്ടെന്നുള്ളത്. ഇപ്പം റോമാ സാമ്രാജ്യത്തിലെ നല്ലൊരു വിഭാഗം ആൾക്കാരെങ്കിലും ആഘോഷിക്കുന്ന ആഘോഷമായിരിക്കണം അത്. റോമിലെയും മറ്റിടങ്ങളിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളെ സ്വാധീനിക്കാൻ മാത്രം പഴക്കമോ പ്രചാരമോ പ്രാധാന്യമോ, ഒന്നുകൂടി പറയാം, പഴക്കമോ പ്രചാരമോ പ്രാധാന്യമോ ഡിസംബർ 25 സൂര്യോത്സവത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സ്ഥാപിക്കാൻ പോകുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് സ്ഥാപിക്കാം. ഓഗസ്റ്റ് 15 ക്രൈസ്തവർ ഒരു വളരെ പ്രധാനപ്പെട്ട തിരുനാൾ കൊണ്ടാടുന്നുണ്ട്. എത്ര പേർക്കറിയാം? മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. കത്തോലിക്കർക്ക് നിർബന്ധമായും പള്ളിയിൽ പോകേണ്ട, സൺഡേ ഒബ്ലിഗേഷൻ പോലെ തന്നെ ഒബ്ലിഗേഷനുള്ള ഒരു ദിവസമാണ്. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു തിരുനാൾ തന്നെയാണ് കത്തോലിക്കർക്ക്. അപ്പം അന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം കൂടിയാണ് കേട്ടോ. എന്നാൽ ക്രൈസ്തവരുടെ ഈ ആഘോഷം മറ്റു മതങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്?
താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ പോലെയുള്ള വലിയ വലിയ ആഘോഷങ്ങളാണ് മറ്റു മതങ്ങളെ, സമൂഹത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്, അല്ലേ? അതുപോലെ റോമിലും ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ ദേവന്മാർക്ക് വലുതും ചെറുതുമായി ഒത്തിരിയേറെ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഈ സൂര്യദേവനുമായി ബന്ധപ്പെട്ട് തന്നെ വലുതും അതുപോലെ തന്നെ പൗരാണികവുമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ എന്നായിരുന്നു ഉണ്ടായിരുന്നതെന്നറിയാമോ? ഓഗസ്റ്റിലും ഒക്ടോബറിലുമായിരുന്നു. സൂര്യദേവൻ്റെ പ്രധാന തിരുനാളുകളൊക്കെ ഓഗസ്റ്റിലും ഒക്ടോബറിലുമായിരുന്നു. അത് ഞാൻ ഈ പറയുന്നത് 2-3 നൂറ്റാണ്ടുകളിലെ കാര്യങ്ങളാണ് കേട്ടോ. മുൻപ് വേറെയും തിരുനാളുകൾ സൂര്യദേവൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം ഈ പൗരാണികമായതും വലുതുമായിട്ടുള്ള തിരുനാളുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അത്ര പ്രസക്തിയില്ലാത്ത 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മാത്രം തുടങ്ങിയ ഒരു പുതിയ ആഘോഷമായിട്ടുള്ള ഡിസംബർ 25 നറ്റാലിക്സ് ഇൻവിക്റ്റി എന്ന ആഘോഷം ക്രൈസ്തവ വിശ്വാസത്തെ സ്വാധീനിക്കാനോ രൂപപ്പെടുത്താനോ ആയിട്ടുള്ള ചരിത്രപരമായി യാതൊരു സാധ്യതയുമില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ സൂര്യദേവനുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റിലും ഒക്ടോബറിലും ഇതിനേക്കാളും വലുതും പുരാതനവുമായിട്ടുള്ള ആഘോഷങ്ങൾ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്തരം കോപ്പിയടി വാദങ്ങൾ ഇവിടെ യുക്തിപരമായി തകരുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രപരമായ സത്യമുണ്ട്. അക്കാലത്ത് റോമാക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവമേ ആയിരുന്നില്ല ഈ സൂര്യദേവൻ. ഒന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു നോക്കുക. ക്രൈസ്തവർക്ക് ഏതെങ്കിലും ഒരു പേഗൻ ദൈവത്തെ കോപ്പി അടിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ സൂപ്പർ സ്റ്റാർ ദേവന്മാരെ ആരെങ്കിലും വേണം കോപ്പി അടിക്കാനായിട്ട്. ഒന്നെങ്കിൽ ജൂപ്പിറ്ററിനെയോ അല്ലെങ്കിൽ മാർസിനെയോ ഒക്കെ വേണം കോപ്പി അടിക്കാനായിട്ട്. റോമിലെ ഒരു മൈനർ ദൈവം മാത്രമായിരുന്ന സൂര്യദേവനെ എന്തിനാണ് ക്രൈസ്തവർ കോപ്പി അടിക്കേണ്ടത്? ഇനി അങ്ങനെ സൂര്യനെ കോപ്പി അടിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് വയ്ക്കുക, അപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, സൂര്യൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ വേറെയാണ്. ഓഗസ്റ്റിലും ഒക്ടോബറിലും ഉള്ള വലിയ വലിയ തിരുനാളുകളാണ് സൂര്യൻ്റെ പ്രധാന തിരുനാളുകൾ. അപ്പോൾ അത് വേണ്ട കോപ്പി അടിക്കാൻ. ഈ ഡിസംബർ 25 എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ അല്ല 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമോ മാത്രം തുടങ്ങിയ ഒരു സിംഗിൾ ഡേ ഫെസ്റ്റിവലാണ്, ഒരു സൈഡ് ഇവൻ്റാണ്. ചുരുക്കത്തിൽ മറ്റ് റോമൻ അവധി ദിനങ്ങളുമായിട്ട് ആഘോഷങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, സൂര്യദേവൻ്റെ തന്നെ മറ്റാഘോഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഡിസംബർ 25 ഒരു വലിയ ആഘോഷമോ അല്ലെങ്കിൽ ദീർഘകാലമായി തുടർന്നു വന്നിരുന്ന ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഉത്സവമോ ആയിരുന്നില്ല എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ സൂര്യദേവൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഡിസംബർ 25 ആഘോഷം ആരംഭിക്കുന്നത് AD 275 ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണങ്ങൾക്ക് ശേഷം മാത്രമാണ്. മാത്രമല്ല, ഇതിൻ്റെ ആദ്യത്തെ തെളിവ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് AD 354 ഫിലോകാലിയൻ കലണ്ടർ നിന്നാണ്. എന്നാൽ ഈ സോൾ ഇൻവെക്ടസിൻ്റെ ജന്മദിനം സ്ഥാപിക്കപ്പെടുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ AD 200കളുടെ ആരംഭത്തിൽ തന്നെ ക്രൈസ്തവർ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി കണക്കാക്കി തുടങ്ങി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ചരിത്രപരമായ ആ തെളിവുകളിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ തിയോളജിക് ചാനലിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവുന്നതാണ്. അതിനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായിട്ട് എൻ്റെ ഒപ്പം ചേരാനും സംശയങ്ങൾ ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ സോൾ ഇൻവെക്ടസിനെ ഒന്ന് പരിചയപ്പെടാം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇദ്ദേഹത്തിൻ്റെ പേര് സോൾ എന്നാണ്. സൂര്യൻ എന്നുള്ളതിനുള്ള ലാറ്റിൻ വാക്ക് മാത്രമാണിത്. നമ്മൾ സോളാർ എന്നൊക്കെ ഉപയോഗിക്കാറില്ലേ, അത് ഈ സോൾ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, റോമാക്കാരുടെ ഭാഷ ലത്തീൻ ഭാഷയാണ് കേട്ടോ. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഗ്രീക്ക് ആണെന്നല്ല, ഗ്രീക്ക് അല്ല, ലത്തീൻ ഭാഷയാണ് റോമാക്കാരുടെ ഭാഷ. ഇനി ഇൻവിക്ടസ് എന്നുള്ളത് ഒരു പേരല്ല, അതൊരു സ്ഥാനപ്പേരാണ്, അല്ലെങ്കിൽ ഒരു വിശേഷണമാണ്, എപ്പിത്തറ്റാണ്. അജയ്യൻ അല്ലെങ്കിൽ കീഴടക്കാനാകാത്തവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ വിളിക്കാറില്ലേ, അതുപോലെ. അതായത് സൂര്യൻ്റെ ശക്തിയെ വർണ്ണിക്കുന്ന ഒരു വാക്ക് മാത്രമാണിത്. സോളിന് മാത്രമല്ല കേട്ടോ, മറ്റ് പല ദേവീ ദേവന്മാർക്കും അവരുടെ സ്വത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയിൽ
അടിസ്ഥാനപരമായി വ്യത്യാസം വരാതെ തന്നെ നൽകാൻ സാധിക്കുന്ന മറ്റ് പല ലാറ്റിൻ വാക്കുകൾ പോലെ തന്നെ ഒരു വാക്ക് മാത്രമാണ് ഇൻവിക്ടസ്. റോമൻ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ജൂപ്പിറ്ററിനെയോ അല്ലെങ്കിൽ മാർസിനെയോ അപേക്ഷിച്ച് താരതമ്യേന ഒരു മൈനർ ഗോഡ്, ഒരു ചെറിയ ദൈവം മാത്രമായിരുന്നു ഈ സോൾ എങ്കിലും റോമാക്കാർക്ക് പണ്ട് മുതലേ ഈ സോളിനോട് ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. ഈ ആദ്യകാല സൂര്യദേവനെ ഇവർ വിളിച്ചിരുന്നത് സോൾ ഇൻഡിജസ് എന്നാണ്. ചരിത്രകാരന്മാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഈ സോളിന് കൂടുതൽ പ്രചാരവും പ്രാധാന്യവും ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ ഉള്ള കോയിനേജുകളിലൊക്കെയാണ് ഈ സോൾ ഇൻവിക്ടസ് എന്നുള്ള പരാമർശം കണ്ടു തുടങ്ങുന്നത്. കുറച്ചു നാൾ മുമ്പ് ഈ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് പിന്നീട് നമ്മൾ ഈ കാണുന്ന സോൾ ഇൻവിക്ടസ് നേരത്തെ കണ്ട സോൾ ഇൻഡിജസിൽ നിന്നും വ്യത്യസ്തനായ പുതിയൊരു സൂര്യദേവനാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അവരങ്ങനെ ചിന്തിക്കാനായിട്ട് ചരിത്രപരമായ കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കതിലേക്ക് പിന്നീട് വരാം. എന്നാൽ ഇന്ന് ഈ അഭിപ്രായം മാറിയിട്ടുണ്ട്. ഇത് പഴയ സൂര്യദേവന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ കോണ്ടിന്യൂഷൻ മാത്രമാണ് എന്നും റോമൻ പാരമ്പര്യത്തിൽ തന്നെയുള്ള ദൈവമാണെന്നുമാണ് ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻവിക്ടസ് എന്ന ഒരു ടൈറ്റിൽ പേരിനൊപ്പം ചേർക്കുന്നത് കൊണ്ട് മാത്രം ആള് മാറുന്നില്ല, ഐഡന്റിറ്റി മാറുന്നില്ല. ചുരുക്കത്തിൽ ഈ സോൾ ഇൻഡിജസും സോൾ ഇൻവിക്ടസും ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഒരേ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഇൻവിക്ടസ് എന്ന എപ്പിത്തെറ്റ് സോൾ എന്ന ദൈവത്തിന് മാത്രം നൽകിയിരുന്ന ഒരു വിശേഷണമായിരുന്നില്ല. ജൂപ്പിറ്റർ, മാർസ്, അപ്പോളോ പോലെയുള്ള മറ്റ് ദൈവങ്ങൾക്കും നൽകിയിരുന്ന സാധാരണ വിശേഷണം മാത്രമായിരുന്നത്. എന്തിന് ട്രോജൻ, കൊമോഡസ്, കാർക്കല്ല പോലെയുള്ള ചക്രവർത്തിമാർ പോലും തങ്ങളുടെ പേരിനോടൊപ്പം ഈ ഒരു എപ്പിത്തെറ്റ് ഇൻവിക്ടസ് എന്നൊരു വിശേഷണം അവർ സ്വയം ഉപയോഗിച്ചിരുന്നു. ഹെർക്കുലീസ് ഇൻവിക്ടസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നാണയങ്ങൾ പോലും ഇതിന് തെളിവായിട്ട് നമുക്ക്. ഇനി ചിലപ്പോഴൊക്കെ ഇദ്ദേഹത്തെ ഹീലിയോസ് എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണത്തിന് ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി നമ്മുടെ സോൾ ഇൻവിക്ടസിനെ വിളിച്ചിരുന്നത് ഹീലിയോസ് ഇൻവിക്ടസ് എന്നായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് സോളിനെ തന്നെയാണെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ സൂര്യൻ എന്ന വാക്ക് ഹീലിയോസ് ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വിളിച്ചു എന്ന് മാത്രം. എന്നാൽ ഗ്രീക്കുകാർക്ക് ഹീലിയോസ് എന്ന പേരിൽ മറ്റൊരു സൂര്യദേവനുണ്ട്. എന്നാൽ ആ ഹീലിയോസ് അല്ല ഈ റോമൻ ഹീലിയോസ്. പേര് ഒന്ന് തന്നെയാണെങ്കിലും ഈ ദൈവസങ്കല്പങ്ങൾ രണ്ടും രണ്ടാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സൂര്യൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ സൂര്യൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഭാരതീയ സങ്കല്പത്തിൽ ഒരു സൂര്യദേവനുണ്ട് അല്ലേ? ആ സൂര്യദേവനല്ല റോമാക്കാരുടെ സോള്, ആ സോൾ അല്ല ഗ്രീക്കുകാരുടെ ഹീലിയോസ്. പേരിൻ്റെ അർത്ഥം ഒന്നാണെങ്കിലും ദൈവങ്ങളുടെ ഐഡന്റിറ്റി തികച്ചും വ്യത്യസ്തമാണ്. റോമൻ സൂര്യദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം താരതമ്യേന ചെറിയ ഒരു മൈനർ ഗോഡായിരുന്നു. റോമൻ റിപ്പബ്ലിക് കാലഘട്ടത്തിൽ ചാന്ദ്രദൈവമായിട്ടുള്ള ലൂണയോടൊപ്പം ആരാധിക്കപ്പെട്ട ഒരു സാധാരണ ചെറിയ ദൈവമായിരുന്നു സോൾ. 2, പല വ്യത്യസ്ത ദൈവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ബഹുതലങ്ങളുള്ള മൾട്ടി വേലൻ്റ് ആയിട്ടുള്ള ഒരു ദൈവമായിരുന്നു സോൾ. പലപ്പോഴും ചന്ദ്രദൈവമായ ലൂണ, അതുപോലെ തന്നെ മിത്രാസ് പോലെയുള്ള ദേവന്മാരുടെ കൂടെ ഇദ്ദേഹത്തെ ചിത്രീകരിച്ച് കാണുന്നുണ്ട്. 3, ഈ ദൈവത്തോടുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ശക്തമല്ല. ഈ സൂര്യദേവന്റെ ഉത്സവങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല, തെളിവുകൾ നന്നേ പരിമിതമാണ്. ഇവിടെ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുകളുടെ അഭാവമാണ്. സോൾ ഇൻവിക്ടസിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും തന്നെ നമുക്കിന്ന് നിലവിലില്ല. പണ്ട് റോമിലെ സർക്കസ് മാക്സിമസ് എന്ന രഥമത്സര സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് ഒരു സൂര്യദേവന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. എന്നാൽ ആ ക്ഷേത്രമോ സർക്കസ് മാക്സിമോ പഴയ രൂപത്തിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്ഷേത്രം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് നിർവാഹമില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു ക്ഷേത്രം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പങ്ങൾ മാത്രം. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രൂപം ഒന്ന് കണ്ടാലോ. ഇതുപോലെ 4 കുതിരകളുള്ള ക്വാഡ്രിഗ എന്നറിയപ്പെടുന്ന രഥത്തിൽ വരുന്ന തലയിൽ സൂര്യരശ്മികളുള്ള ഒരു സ്പൈക്കി ക്രൗൺ വെച്ച് വരുന്ന
ആളാണ് നമ്മുടെ ഹീറോ സോൾ ഇൻവിക്ടസ്. റോമൻ ആർട്ട് വർക്കുകളായിട്ടുള്ള മൊസൈക്കുകൾ, പെയിൻറ്റിങ്ങുകൾ, അതുപോലെ തന്നെ നാണയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാമാണ് ഇദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സാധാരണയായി ഒരു മേലങ്കി മാത്രം ധരിച്ച് അല്ലെങ്കിൽ പൂർണ്ണ നഗ്നനായിട്ടുള്ള ഇവിടെയാണ് വളരെ രസകരമായ ഒരു കാര്യം, സോളിൻ്റെ ഒരു ഇമേജിൽ പോലും താടിയുള്ള ഒരു ഫിഗർ ഇല്ല. എല്ലാം ക്ലീൻ ഷേവായിട്ട് ഉള്ള ഒരു ലുക്കാണ് കാണുന്നത്. ചരിത്രകാരനായിട്ടുള്ള സ്റ്റീവൻ ഹൈമൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താടിയുള്ളൊരു രൂപമാണെങ്കിൽ അതൊരിക്കലും സോൾ അല്ല. എ ബിയേർഡഡ് ഫിഗർ കൻ നോട്ട് ബി സോൾ. അപ്പോൾ ലളിതമായിട്ടുള്ളൊരു ചോദ്യം, സൂര്യദേവനെ കോപ്പി അടിച്ചാണ് ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ രൂപം ഉണ്ടാക്കിയതെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ഒരു താടിയില്ലാത്ത രൂപമെങ്കിലും കാണണ്ടേ? ഇപ്പം സോളിനെ നോക്കി വരച്ച ഒരു ചിത്രം സോളിനെ പോലെ ഇരിക്കണ്ടേ? നമ്മൾ കണ്ടു കഴിഞ്ഞു, റോമിൽ വലിയ പ്രസക്തിയൊന്നുമില്ലാതിരുന്ന ചെറിയൊരു ദൈവം, കുഞ്ഞൻ ദൈവം മാത്രമായിരുന്നു സോൾ എന്ന. ഈ സോളിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ ചക്രവർത്തിയാണ്. AD 218 മുട്ടയിൽ നിന്ന് വിരിയാത്ത, മീശ പോലും കിളുക്കാത്ത ഒരു കൗമാരക്കാരൻ, പൊടിച്ചെക്കൻ റോമിലെ ചക്രവർത്തിയാകുന്നു. പേര് വരിയസ് അവിറ്റസ് ബസിയാനസ്. വേരിയസ് അവിറ്റസ് ബസിയാനസ്. ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള അവിവേകവും എടുത്തുചാട്ടവുമൊക്കെ ഉണ്ടെന്ന് കരുതിക്കൊള്ളുക. ഇദ്ദേഹം ഇവിടെ സീസറാകുന്നതിന് മുമ്പ് എലഗബാൽ എന്ന ഒരു സിറിയൻ സൂര്യദേവൻ്റെ പുരോഹിതനായിരുന്നു. സിറിയയിലെ സൂര്യദേവൻ്റെ പുരോഹിതനായിരുന്നു. അതേ എലഗബാലിനെ ഇദ്ദേഹം റോമിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. എലഗബാലൂസ് എന്നാണ് ഈ രാജാവ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ സൂര്യദേവൻ്റെ പേരെന്താണ്? എലഗബാൽ എന്നാണ്. ഈ എലഗബാലിൻ്റെ പുരോഹിതനായ റോമിലെ ചക്രവർത്തിയായ പൊടിച്ചക്കൻ്റെ പേരാണ് എലഗബാലൂസ്. രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആകണ്ട. പക്ഷേ ഈ എലഗബാൽ റോമിലെ സൂര്യദേവനായ സോൾ ഇൻവിക്ടസിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു സിറിയൻ സൂര്യദേവനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ഈ സൂര്യദേവനായിട്ടുള്ള സോൾ ഇൻവിക്ടസിൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ എലഗബാലിൻ്റെ രൂപം അങ്ങനെയൊന്നുമല്ല, ഒരു കറുത്ത കല്ലാണ്. റോമൻ സൂര്യദൈവത്തെ തിളങ്ങുന്ന കിരീടം അണിഞ്ഞ നഗ്നനായ യുവാവായിട്ടാണ് ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഈ ദൈവത്തെ, എലഗബാലിനെ, ഒരു കറുത്ത കല്ലിൻ്റെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഉൽക്കാശില വല്ലതുമായിരിക്കും. റോമൻ എഴുത്തുകാരനായ ഹെറോദിയൻ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കല്ല് ആയിരുന്നു അത് എന്നാണ്. ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ ക്വാഡ്രിഗയായ 4 കുതിരയുള്ള രഥത്തിൽ ഈ കറുത്ത കല്ലിനെ വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ സൂര്യദേവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഇത് തികച്ചും വ്യത്യസ്തനായ ഒരു ദൈവമാണ്. ഇത് സിറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സൂര്യദേവനാണ്. നമ്മുടെ രാജാവായിട്ടുള്ള എലഗബാലൂസ് ഈ പുതിയ സൂര്യദേവനായിട്ടുള്ള എലഗബാലിൻ്റെ ചിത്രം വെച്ച് പുതിയ നാണയങ്ങൾ ഇറക്കി ഉത്സവങ്ങളും കായിക മത്സരങ്ങളും ഒക്കെ ആരംഭിക്കുന്നു. സൂര്യൻ്റെ പുരോഹിതനെ പോലെ വസ്ത്രം ധരിച്ച് നടക്കുകയും ചെയ്തു. പക്ഷേ റോമക്കാർ ഇദ്ദേഹത്തെ തട്ടിക്കളഞ്ഞു. സ്വാഭാവികം. കാരണം മറ്റൊന്നുമല്ല, ഒരു വിദേശ ദേവനെ ഇറക്കുമതി ചെയ്തു എന്നതും പോരാഞ്ഞിട്ട് റോമാക്കാരുടെ സൂപ്പർ സ്റ്റാർ ദേവനായിട്ടുള്ള ജൂപ്പിറ്ററിനെ മുകളിൽ കൊണ്ടേ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ റോമക്കാർ വെറുതെ വിടുവോ? ചരിത്രകാരനായ ഡിയോകസിയസ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഒരു വിദേശ ദൈവത്തെ റോമിലേക്ക് കൊണ്ടുവന്നതിലൂടെയോ വിചിത്രമായ രീതിയിൽ അദ്ദേഹത്തെ ഉയർത്തിയതിലൂടെയോ മാത്രമല്ല അദ്ദേഹം റോമൻ പാരമ്പര്യത്തെ അപമാനിച്ചത്, മറിച്ച് ജൂപ്പിറ്ററിന് പോലും മുകളിലായി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുകയും താൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയാക്കുകയും ചെയ്തതിലൂടെയാണ്. അതോടെ അദ്ദേഹത്തിൻ്റെ സൂര്യദൈവ വിപ്ലവം അവിടെ അവസാനിക്കുന്നു. 4 വർഷത്തിനുള്ളിൽ എലഗബാലൂസിൻ്റെ എലഗബാൽ വിപ്ലവം അവസാനിച്ചു. ഞാൻ ഈ കഥ നിങ്ങളോട് പറയാൻ കാരണം റോമിലെ സൂര്യദേവനുണ്ടായിരുന്ന പ്രാധാന്യം എന്താണ്, അവിടുത്തെ സൂപ്പർ സ്റ്റാർ ദൈവങ്ങളായിട്ടുള്ള ജൂപ്പിറ്ററിനും ഒക്കെ എന്ത് പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇതോടെ തീരുമായിരുന്നു നമ്മുടെ സൂര്യദേവൻ്റെ കരിയർ. വീണ്ടും പച്ച പിടിക്കുന്നത് ഈ കാണുന്ന ഔറേലിയൻ ചക്രവർത്തി ആയതോടെയാണ്.
4-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമായിട്ടുള്ള ഹിസ്റ്റോറിയ അഗസ്റ്റ അനുസരിച്ച് AD 272 ഔറേലിയൻ പാൽമറയിലെ സെനോബിയ രാജ്ഞി അത്ഭുതകരമായിട്ട് പരാജയപ്പെടുത്തുന്നു. ആ വിജയത്തിന് ശേഷം സിറിയയിലെ എമേസയിലുള്ള നമുക്കറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട എലഗബാലിൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു നേർച്ചയൊക്കെ നിറവേറ്റുന്നു. മാത്രമല്ല റോമിൽ തിരിച്ചെത്തിയ ശേഷം ഇദ്ദേഹം സൂര്യദേവനായിട്ട് ഒരു പുതിയ ക്ഷേത്രം പണിയുന്നു. സൂര്യദൈവത്തിനായിട്ട് ഉന്നതരായ പുരോഹിതന്മാരുടെ ഒരു കോളേജ് സ്ഥാപിക്കുന്നു. അതുകൂടാതെ 4 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ഒരു കായിക മത്സരങ്ങളും അദ്ദേഹം സംഘടിപ്പിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഒരു സൂര്യദൈവ ഒളിമ്പിക്സ്. എന്നാൽ അദ്ദേഹം ഈ മത്സരങ്ങളൊക്കെ സ്ഥാപിക്കുന്നതും ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നതും ഡിസംബർ 25-നാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുമില്ല. ഡിസംബർ 25-ന് അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ആരംഭിച്ചതായിട്ട് ഒരു ചരിത്രരേഖയും നമുക്ക് ലഭ്യമല്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി സൂര്യദേവനുള്ള അമ്പലം ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ, ഈ ക്ഷേത്രം ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ ഒരു ആഘോഷമായിരിക്കാം ഡിസംബർ 25-ന് പിന്നീട് സൂര്യദേവൻ്റെ തിരുനാളായി വരുന്നത് എന്നുള്ളത് ഒരു സാധ്യതയായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇത് വെറും ഒരു അനുമാനം എന്നതിനപ്പുറത്തേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത് ഒക്ടോബർ 19-ന് നിലവിലുണ്ടായിരുന്ന ഒരു സൂര്യദേവ ഉത്സവത്തെ ഇദ്ദേഹം വിപുലീകരിച്ചതാകാനും സാധ്യതയുണ്ട്. നമുക്കതിലേക്കൊക്കെ ഉടനെ തിരിച്ചു വരാം. ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഔറേലിയൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സിറിയയിലെ എമേസയിലുള്ള എലഗബാലിനെ സന്ദർശിക്കുന്നുണ്ട്. അവിടുന്ന് നേർച്ചയെല്ലാം നിറവേറ്റി തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം ഈ അമ്പലങ്ങളെല്ലാം സ്ഥാപിക്കുന്നത്. മതനവീകരണങ്ങൾ നടപ്പാക്കുന്നതും പുരോഹിതന്മാരുടെ പുതിയൊരു കോളേജ് തന്നെ സ്ഥാപിക്കുന്നതും. അതുകൊണ്ട് ഈ സിറിയയിലെ പുതിയ സൂര്യദേവനായിട്ടുള്ള എലഗബാലിനെ തന്നെയാണ് ഔറേലിയനും നവീകരിക്കുന്നതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരൊക്കെ ഒരു പരിധിവരെ അങ്ങനെയാണ് കരുതിയത്. പരമ്പരാഗതമായിട്ടുള്ള ഒരു വാദം ഏകദേശം ഇങ്ങനെയാണ്: റോമാക്കാർ താരതമ്യേന പ്രശസ്തി കുറഞ്ഞ ചെറിയ ദൈവമായിട്ടുള്ള സോൾ ഇൻഡിജസ് എന്ന ഒരു ചെറിയ മൈനർ ദൈവത്തെ ആരാധിച്ചിരുന്നു. പിന്നീട് ഈ സൂര്യദൈവ ആരാധന കെട്ടടങ്ങി പിന്നീട് വന്നിട്ടുള്ള എലഗബാലൂസ്, ഔറേലിയൻ തുടങ്ങിയ ചക്രവർത്തിമാർ സോൾ ഇൻവിക്ടസ് എന്ന് വിളിക്കപ്പെടുന്ന തികച്ചും പുതിയതും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സിറിയൻ സൂര്യദേവനെ അവതരിപ്പിച്ചു. ആ സൂര്യദേവന്റെ പിറന്നാളാണ് ഡിസംബർ 25 എന്നതാണ്. ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഈ സോൾ ഇൻഡിജസും സോൾ ഇൻവിക്ടസും ഒക്കെ വ്യത്യസ്തമായ ദൈവങ്ങളാണ് എന്ന് കരുതാൻ ചരിത്രപരമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ സ്റ്റീവൻ ഹൈമൻസിനെ പോലെയുള്ള ആധുനിക ചരിത്രകാരന്മാർ ഈ 2 സൂര്യദൈവ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുകയാണ്. കാരണം ഈ സിദ്ധാന്തം എലഗബാലിന്റെ സ്വാധീനത്തെ പർവ്വതീകരിക്കുന്നു എന്നുള്ളതാണ്. സിറിയൻ എലഗബാലിനെ അവതരിപ്പിക്കാനുള്ള എലഗബാലൂസിന്റെ ശ്രമങ്ങൾ 4 വർഷത്തിനുള്ളിൽ തന്നെ പരാജയപ്പെട്ടു പോയതാണ്. ഈ 4 വർഷത്തിനുള്ളിൽ കാര്യമായ എന്തെങ്കിലും ഇമ്പാക്റ്റ് റോമിൽ ഇതുണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരു ചക്രവർത്തിക്കും സ്വിച്ച് ഇട്ടതുപോലെ ഒരു പ്രദേശത്തെ റിലീജിയസ് ലാൻഡ്സ്കേപ്പൊക്കെ മാറ്റി പുതിയൊരു ദൈവത്തെ ആരാധിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എലഗബാലൂസിൻ്റെ സൂര്യദേവനായിട്ടുള്ള എലഗബാൽ വ്യത്യസ്തനായ ഒരു സൂര്യദേവനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ പിന്നീട് ഔറേലിയൻ ചക്രവർത്തി നവീകരിക്കുന്ന സോൾ ഇൻവിക്ടസ് അല്ല ഈ പറയുന്ന എലഗബാൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സോൾ ഇൻഡിജസ് എന്ന റോമാക്കാരുടെ പുരാതന ദേവനെ തന്നെയാണ് ഈ ഔറേലിയൻ നവീകരിക്കുന്നതും സോൾ ഇൻവിക്ടസ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ ഇൻവിക്ടസ് എന്നുള്ള എപ്പിത്തെറ്റ് ഈ എലഗബാലൂസ് സീസർ ആകുന്നതിന് മുൻപ് തന്നെയുള്ള പല കോയിനേജുകളിലും സോളിൻ്റെ പേരിനൊപ്പം കാണുന്നുണ്ട്. സോൾ ഇൻവിക്ടസ് എന്ന് രേഖപ്പെടുത്തിയ കോയിനുകൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് എലഗബാലൂസ് അവതരിപ്പിച്ച ഒരു പുതിയ ദേവനാണ് ഈ സോൾ ഇൻവിക്ടസ് എന്ന വാദം നിലനിൽക്കില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തെ റോമാക്കാർ എതിർത്തിരുന്നുവെന്നും ഒടുവിൽ അദ്ദേഹം വധിക്കപ്പെട്ടുവെന്നും ഈ സിറിയൻ എലഗബാലിൻ്റെ റോമിലെ കരിയർ അതോടെ അവസാനിച്ചെന്നും നമ്മൾ കണ്ടതാണ്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഔറേലിയൻ സൂര്യദേവന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ഔറേലിയന്റെ ഭരണകാലത്ത് സൂര്യദൈവത്തെ പരമ്പരാഗത റോമൻ ശൈലിയിൽ മനുഷ്യരൂപത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ എലഗബാലൂസിന്റെ കീഴിൽ നമ്മൾ കാണുന്ന പോലെ ഒരു പാറക്കല്ലായോ ഒന്നും ഉള്ള രീതിയിലുള്ള ഒരു ചിത്രീകരണങ്ങളും പിന്നീട് നമ്മൾ കാണുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഔറേലിയന്റെ സോൾ ഇൻവിക്ടസിന്
പ്രത്യേകമായിട്ട് ഒരു രീതിയിലുള്ള സിറിയൻ ഛായയും ഇല്ലായിരുന്നു എന്നതാണ്. വാസ്തവത്തിൽ കൊമോഡോസിൻ്റെ ഭരണകാലം മുതൽ മിക്കവാറും എല്ലാ വർഷവും തന്നെ റോമൻ നാണയങ്ങളിൽ ഈ സോൾ ഇൻവെക്ടസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കോൺസ്റ്റന്റൈൻ്റെ ഭരണകാലം വരെ ഈ ഒരു പതിവ് തുടർന്നിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സോളിൻ്റെ രൂപഭാവങ്ങൾക്ക് കാര്യമായ യാതൊരു വ്യത്യാസവും ഈ കാലഘട്ടത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഔറേലിയൻ്റെ കീഴിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇമ്പീരിയൽ കോയിനേജിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ട്രോജൻ്റെ ഭരണകാലം മുതൽ റോമൻ സൂര്യദൈവം യുദ്ധങ്ങളുമായിട്ടും യുദ്ധവിജയങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നതായിട്ടും റോമൻ സൈന്യത്തിൽ ജനപ്രിയനായിരുന്നതായിട്ടും റോമൻ ചക്രവർത്തിമാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം. ഔറേലിയൻ തൻ്റെ ഭരണകാലത്ത് സൂര്യദേവൻ്റെ പ്രാധാന്യം ഉയർത്തി യുദ്ധ വിജയങ്ങളുടെ ഈ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഔറേലിയൻ സോൾ ഇൻവിക്ടസിനെ വ്യക്തിപരമായിട്ട് തനിക്കും പൊതുവെ തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാദൈവമായിട്ട് കണക്കാക്കിയിരിക്കാനാണ് സാധ്യത. തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ സോൾ ഇൻവിക്ടസ് റോമൻ ചക്രവർത്തിമാരുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റിൻ്റെ കാലം വരെ ഇത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. ഇതിലേക്ക് നമുക്ക് ഉടനെ തന്നെ വരാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഔറേലിയൻ സ്ഥാപിച്ചത് ഒരു തരത്തിലുള്ള സോളാർ മോണോതെയിസം അല്ല, അതായത് സൂര്യനെ മാത്രം ആരാധിക്കുന്ന ഒരു പുതിയ മതമല്ല. ഉദാഹരണത്തിന് ഒരു വശത്ത് സോൾ ഇൻവെക്ടസിനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ നാഥൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള നാണയങ്ങൾ ഇറക്കി, എന്നാൽ അതേ സമയം തന്നെ സോള് ഒരു ഗോളം, ഒരു ഗ്ലോബ് മാർക്സ് ഇൻവിക്ടസിന് കൈമാറുന്നതായിട്ട് കാണിക്കുന്ന നാണയങ്ങളും ഇദ്ദേഹം ഇറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സോളിൻ്റെ പ്രാധാന്യം ഇദ്ദേഹം ഉയർത്തി. പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു സോളാർ മോണോതെയിസം അല്ല. ഈ ജനപ്രീതി കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റിൻ്റെ ഭരണകാലത്തും തുടർന്നിരുന്നു. മതപരിവർത്തനത്തിന് മുമ്പ് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ സൂര്യദേവൻ്റെ ഒരു ഫാൻ ബോയ് ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. AD 313 മിലാൻ വിളംബരത്തിൽ ഈഡിക്റ്റ് ഓഫ് മിലാനിൽ ഒപ്പുവെച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം നൽകിയ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഈ വിളംബരം പുറപ്പെടുവിച്ചത്. റോമിലെ എല്ലാ മതങ്ങൾക്കും പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് കോൺസ്റ്റന്റൈനും സഹചക്രവർത്തിയായ ലിസീനിയസും ഈ വിളംബരത്തിൽ ഒപ്പുവെക്കുന്നത്. അതായത് ക്രിസ്തു മതത്തെ ഒരു ഔദ്യോഗിക മതമാക്കി മാറ്റുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് റോമിലുള്ള സകല പ്രജകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ഏതാണോ അതിനെ ഭയമില്ലാതെ ആരാധിക്കാനുള്ള തുല്യമായ അവകാശം നൽകുകയായിരുന്നു മിലാൻ വിളംബരത്തിൽ ഒപ്പുവെക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. ഇത്രയും നേരം നമ്മൾ സൂര്യദേവൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ രൂപഘടന എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ആദ്യകാലത്ത് റോമിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നെന്നും അതിനുശേഷം ഔറേലിയൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതെന്നും പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ സൂര്യദേവൻ്റെ ശക്തമായൊരു സാന്നിധ്യം റോമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതോടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സൂര്യദേവൻ്റെ തിരുനാൾ കോപ്പി അടിച്ചാണ് ക്രിസ്മസ് ഉണ്ടായത് എന്ന ആരോപണത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം. ഈ ഒരു വാദത്തിൻ്റെ മെരിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത്, ക്രിസ്മസ് ആണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഈ ക്രിസ്മസിനെ കോപ്പി അടിച്ച് ആണോ പിന്നീട് സൂര്യദേവൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾ തുടങ്ങിയത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഏത് ആഘോഷമാണ് ആദ്യം ആരംഭിച്ചതെന്നാണ്. അതുകൂടാതെ ഏത് ആഘോഷത്തിനാണ് ചരിത്രപരമായ തെളിവുകൾ കൂടുതലുള്ളതാണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആരെ കോപ്പി അടിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഇവിടെ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കുക. 1, സൂര്യദേവൻ്റെ പിറന്നാൾ ആഘോഷം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? അതിനുള്ള തെളിവുകൾ എപ്പോഴാണ് ലഭ്യമായിട്ടുള്ളത്? 2, സൂര്യദേവൻ്റെ തിരുനാളിന് റോമാക്കാരുടെ ഇടയിൽ എന്തുമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു, എന്തുമാത്രം ജനപ്രീതി ഉണ്ടായിരുന്നു? 3, ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ക്രൈസ്തവർ കണക്കാക്കുന്നതിനുള്ള തെളിവുകൾ ഏത് കാലഘട്ടത്തിലാണ് ഉള്ളത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ സൂര്യദേവൻ്റെ തിരുനാൾ കോപ്പിയടിച്ചതാണോ ക്രിസ്മസ് എന്നുള്ള വാദം എന്തുമാത്രം കഴമ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക്
സൂര്യദേവൻ്റെ തിരുനാൾ ഡിസംബർ 25 ആഘോഷിച്ചിരുന്നു എന്നതിനുള്ളതിന് ചരിത്രപരമായി എന്ത് തെളിവുണ്ട് എന്ന് പരിശോധിക്കാം. 4-ാം നൂറ്റാണ്ടിൽ നിന്ന് പ്രധാനമായിട്ടും 3 തെളിവുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു തെളിവുകളുമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തെളിവ് AD 354 ഫിലോകാലിയൻ കലണ്ടറാണ്. സൂര്യദേവൻ്റെ പിറന്നാളിനെ കുറിച്ച് പറയുന്ന ചരിത്രത്തിലെ ആദ്യത്തെ രേഖയാണ് ഈ ഫിലോകാലോസിൻ്റെ കലണ്ടർ. ഈ കലണ്ടർ യഥാർത്ഥത്തിൽ ക്രോണോഗ്രാഫി ഓഫ് 354 എന്ന വലിയ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൽ ഡിസംബർ 25 സൂചിപ്പിക്കുന്ന ഒരൊറ്റ വരി സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് സൂര്യൻ്റെ ബർത്ത്ഡേക്കുള്ള തെളിവ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഈ 8 എന്ന് കാണുന്നില്ലേ, VII, അതിൻ്റെ അർത്ഥം 8 days ബിഫോർ ദ കാലൻസ് ഓഫ് ജനുവരി എന്നാണ്. N എന്നുള്ളതിൻ്റെ അർത്ഥം നത്താലിസ്, ബർത്ത്ഡേ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഡേ, ടെമ്പിൾ ഡെഡിക്കേഷൻ ഡേ, ആനിവേഴ്സറി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ അടുത്ത് കാണുന്ന ഇൻവിക്റ്റി, അതായത് ഇൻവിക്ടസ്, സൂര്യൻ്റെ ടൈറ്റിലാണെന്ന് നമ്മൾ കണ്ടു. CM എന്നുള്ളത് സർക്കൻസിസ് മിസ്സി, ഗെയിംസ് ഓർഡേഡ് എന്നാണ് അതിനർത്ഥം. പിന്നെ XXX എന്ന് പറഞ്ഞാൽ 30 ഗെയിംസ് ഓർഡേഡ്. അപ്പോൾ ഇതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: ഡിസംബർ 25 അജയ്യനായവൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ തിരുനാൾ, 30 രഥയോട്ട മത്സരങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കും. ഇവിടെ അജയ്യനായവൻ അല്ലെങ്കിൽ ഇൻവിക്ടസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഇൻവിക്ടസ് എന്നുള്ളത് 6 പേരിൻ്റെ കൂടെയും ചേർക്കാവുന്ന ഒരു ടൈറ്റിലാണ്. സൂര്യൻ എന്നിവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ വെച്ച് ഇത് സോൾ ഇൻവിക്ടസിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ ഈ നത്താലിസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിലും തർക്കമുണ്ട്. ഇത് വെറും ജന്മദിനം എന്ന അർത്ഥം മാത്രമല്ല. പ്രശസ്ത ചരിത്രകാരിയായ മിഷേൽ സാറ്റ്സ്മാൻ വാദിക്കുന്നത് പോലെ ഇതൊരു ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാദിനം, ഡെഡിക്കേഷൻ ഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ തിരുനാൾ എന്നൊക്കെ തർജ്ജമ ചെയ്യാൻ പറ്റുന്നൊരു വാക്കാണ് നത്താലിസ്. ഇനി സൂര്യദേവൻ്റെ തിരുനാളിനുള്ള രണ്ടാമത്തെ തെളിവിലേക്ക് കടക്കാം. AD 361-നും 363-നും ഇടയ്ക്ക് റോം ഭരിച്ച ചക്രവർത്തി ആണ് ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ്. ഇദ്ദേഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം ക്രിസ്തു മതത്തെ നിരാകരിക്കുകയും റോമിൽ പേഗൻ ആരാധനകളെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം സൂര്യദേവൻ്റെ ഒരു ആരാധകനായിരുന്നു. ഇദ്ദേഹം എഴുതിയ കിങ് ഹീലിയോസിനുള്ള സ്തുതിഗീതത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രോണോസിൻ്റെ മാസം അവസാനിക്കാറാകുമ്പോൾ അവർ ഹീലിയോസിനായി ഗംഭീരമായ മത്സരങ്ങൾ നടത്തുന്നു. ആ ഉത്സവം അവർ അജയ്യനായ ഹീലിയോസിന് സമർപ്പിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്, ജൂലിയൻ ചക്രവർത്തി സൂര്യനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സോൾ എന്ന ലാറ്റിൻ വാക്കല്ല, ഹീലിയോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗ്രീക്കുകാരുടെ ഹീലിയോസിനെ അല്ല, റോമാക്കാരുടെ സോളിനെ തന്നെയാണ്. നമ്മളിവിടെ സൂര്യദേവൻ എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ സൂര്യൻ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ ഈ തെളിവിന് 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡിസംബർ 25 എന്നൊരു ദിവസം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അദ്ദേഹം കൃത്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. കൂടാതെ നത്താലിസ് ഇൻവിക്റ്റി എന്ന പ്രയോഗമാണ് നമ്മൾ ഫിലോകാലിയൻ കലണ്ടറിൽ ബർത്ത്ഡേ എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ കണ്ടത്. ഇദ്ദേഹം എഴുതുന്ന ഗ്രീക്കിലാണ്, അതുകൊണ്ട് ലാറ്റിൻ പ്രയോഗമായിട്ടുള്ള ഈ നത്താലിസ് എന്ന പ്രയോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ശ്രദ്ധേയമായ കാര്യം, പിറന്നാൾ എന്നർത്ഥം വരുന്നൊരു വാക്കേ അല്ല ഇദ്ദേഹം ഗ്രീക്കിലൂടെ ഉപയോഗിക്കുന്നത്, മറിച്ച് തിരുനാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഡേ എന്നൊരു വാക്ക് മാത്രമാണ്. ചുരുക്കി പറയാം, ഡിസംബർ 25 എന്നുള്ള വാക്കും ഇതിൻ്റെ അകത്തില്ല, ബർത്ത്ഡേ എന്നുള്ള വാക്കും ഇതിൻ്റെ അകത്തില്ല. ഏതായാലും ക്രോണോസിൻ്റെ മാസം, അതായത് ഡിസംബർ മാസം അവസാനത്തോടടുത്ത് വരുന്ന ഈ സൂര്യൻ്റെ തിരുനാൾ ഫിലോകാലിയൻ കലണ്ടറിൽ കാണുന്ന നത്താലിസ് ഇൻവിക്റ്റി തന്നെയായിരിക്കാം. മേ റിഫ്ലക്ട് ദ സെയിം ഫെസ്റ്റിവൽ എന്ന് നമ്മൾ അനുമാനിക്കും. ഇനി സൂര്യദേവൻ്റെ പിറന്നാൾ ഡിസംബർ 25 ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ തെളിവ്, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച തെളിവാണിത്. ഡേ സോൾസ്റ്റീഷ്യസ് എറ്റ് എക്വിനോക്ടീസ് ഓൺ സോൾസ്റ്റൈസസ് ആൻഡ് ഇക്വിനോക്സസ് എന്ന പേരിലുള്ള 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയുള്ള ഒരു ക്രിസ്ത്യൻ ഹോമിലിയാണ്, ഒരു പ്രസംഗമാണ്. ഈ ഒരു പ്രസംഗം ആരുടേതാണെന്നുള്ള നമുക്കറിയത്തില്ല, എങ്കിലും ഇദ്ദേഹത്തിന് ഡിസംബർ 25 പേഗൻ മതക്കാർ സൂര്യദേവൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നു.
They also call it birthday of the Invictus. But who is Invictus if not our Lord who suffered death and then conquered it? Or when they call it birthday of the Son, well, Christ is the Son of righteousness that the prophet Malachi spoke of. The Son of righteousness shall arise for all you who fear his name. Salvation is in his wings. അവർ അതിനെ അജയനായവൻ്റെ ദിനം എന്ന് വിളിക്കുന്നു. എന്നാൽ മരണം വരിക്കുകയും പിന്നീട് മരണത്തെ കീഴടക്കുകയും ചെയ്ത നമ്മുടെ കർത്താവല്ലാതെ മറ്റാരാണ് അജയ്യൻ? അല്ലെങ്കിൽ അവർ അതിനെ സൂര്യൻ്റെ ജന്മദിനം എന്ന് വിളിക്കുമ്പോൾ പ്രവാചകനായ മലാക്കി പറഞ്ഞ നീതിയുടെ സൂര്യൻ ക്രിസ്തുവാണ്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കായി നീതിയുടെ സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ രക്ഷയുണ്ടാകും. നമുക്ക് നീതി സൂര്യൻ എന്നൊരു വിഷയത്തിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. ഇവിടെ ഡിസംബർ 20 കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ അന്നേ ദിവസം അജയ്യനായൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആഘോഷമുണ്ട് എന്നുള്ള അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പേഗൻ ആഘോഷത്തെ ഏതെങ്കിലും രീതിയിൽ അനുകരിക്കുന്നതുണ്ടോ, മത്സരിച്ചുകൊണ്ടോ ആണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടെ എവിടെയും പറയുന്നില്ല. ഏതായാലും നീതി സൂര്യൻ എന്നൊരു വിഷയത്തിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. ഇവിടെ ഡിസംബർ 25 കുറിച്ച് പരാമർശിക്കുമ്പോൾ അന്നേ ദിവസം അജയ്യനായ സൂര്യൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു അറിവ് ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഈ സൂര്യൻ്റെ ആഘോഷത്തെ കോപ്പി അടിക്കുന്നതായിട്ടോ അതിനോട് മത്സരിക്കുന്നതായിട്ടോ ഇദ്ദേഹം പരാമർശിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ടും ഈ പേഗൻ ആരാധനാ രീതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യഥാർത്ഥ നീതി സൂര്യൻ യേശുവാണ് എന്ന് ഊന്നിപ്പറയുക മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇനി ഈ സൂര്യദേവൻ്റെ ഉത്സവത്തിന് എന്തുമാത്രം പ്രാധാന്യം റോമിനുണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് റോമിലെ ആദ്യകാല രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇനി ഈ ഒരു ഉത്സവത്തിന് റോമാക്കാർക്കിടയിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യകാല സാമ്രാജ്യത്വ സോഴ്സുകൾ, അതായത് ആദ്യകാലത്തെ ചരിത്ര രേഖകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സൂര്യദേവൻ്റേതായിട്ടുള്ള ചില തിരുനാളുകൾ കാണാൻ പറ്റും. ഒന്ന് ഓഗസ്റ്റ് 8, 9, ഓഗസ്റ്റ് 28, ഡിസംബർ 11. ഇത്രയുമാണ് പഴയകാല ഡോക്യുമെൻറ്റുകളിൽ സൂര്യദേവൻ്റേതായിട്ടുള്ള ആഘോഷം. ഇനി AD 354 ഫിലോക്കാലിയൻ കലണ്ടർ പരിശോധിക്കുമ്പോൾ നമുക്ക് 3 തിരുനാളുകളാണ് കാണാൻ സാധിക്കുക. ഇതേ ഫിലോക്കാലിയൻ കലണ്ടറിൽ ഈ സൂര്യദേവൻ്റെ പിറന്നാൾ കൂടാതെ മറ്റ് 2 ആഘോഷങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഓഗസ്റ്റ് 28. നമ്മൾ നേരത്തെ കണ്ടു, പഴയകാല ഡോക്യുമെൻറ്റുകളിൽ ഈ ഓഗസ്റ്റ് 8 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? വളരെ കാലമായിട്ട് റോമിൽ നിലനിന്നിരുന്ന ഒരാഘോഷമാണ് ഓഗസ്റ്റ് 28 ആഘോഷം. പഴയകാല ചരിത്രരേഖകളിൽ നിലനിന്നിരുന്ന ഈ ഓഗസ്റ്റ് 28 ആഘോഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാക്കി 2 ആഘോഷങ്ങൾ, ഒന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെയുള്ള സൂര്യദേവൻ്റെ പിറന്നാൾ ഡിസംബർ 25. അതുകൂടാതെ മറ്റൊരു ആഘോഷമാണ് ലൂഡീസ് സോളിസ്. ഇത് 2 പുതിയ ആഘോഷങ്ങളാണ്. ലൂഡീസ് സോളിസ് ആഘോഷിക്കുന്നത് ഒക്ടോബർ 19 മുതൽ 22 വരെയാണ്. ഈ പുതിയ ആഘോഷം എന്ന് പറയുന്നത് പഴയകാല ചരിത്രരേഖകൾ ഇല്ലാതിരുന്നതും എന്നാൽ ഇപ്പോൾ 354 ഫിലോക്കാലിയൻ കലണ്ടറിൽ കാണുന്നതുമായിട്ടുള്ള ആഘോഷങ്ങൾ. എന്നാൽ ഡിസംബർ 25 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൂഡീസ് സോളിസ് ബ്രഹ്മാണ്ഡമായ ഒരാഘോഷം തന്നെയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒക്ടോബർ 19 എന്ന് പറയുന്നത് മുൻപ് യുദ്ധദേവനായിട്ടുള്ള മാർസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷമായിരുന്നു ആർമലസ്ട്രിയം. ഈ ആർമലസ്ട്രിയം ആഘോഷിച്ചിരുന്നത് ഒക്ടോബർ 19 ഇതേ ഒക്ടോബർ 19 മുതൽ 22 വരെയാണ് ലൂഡീസ് സോളിസ് എന്ന മൾട്ടി ഡേ ഫെസ്റ്റിവൽ ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ഈ ഡിസംബർ 25 സൂര്യദേവൻ്റെ പിറന്നാൾ താരതമ്യേന പുതിയ ഒരു തിരുനാളാണ്, മാത്രമല്ല ചെറിയ ഒരു തിരുനാൾ കൂടിയാണ്. അതായത് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഒരു തിരുനാളാണ്. ഇനി നമുക്ക് സൂര്യദേവൻ്റെ തിരുനാളിനുള്ള തെളിവുകൾ നമ്മൾ ഇതേവരെ കണ്ടത് ചുരുക്കത്തിൽ ഒന്ന് നോക്കുകയാണ്. AD 274 ഔറേലിയൻ ചക്രവർത്തി സൂര്യദേവത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും പൊതുവായിട്ടുള്ള കായിക മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന് ചരിത്രപരമായ രേഖകൾ ഡിസംബർ 25 എന്ന് സൂചിപ്പിക്കുന്ന രേഖകളൊന്നും തന്നെയില്ല. എന്നാൽ AD 354 കലണ്ടറിൽ ഡിസംബർ 25 സൂര്യദേവനെ ബഹുമാനിച്ചുകൊണ്ട് 30 രഥ മത്സരങ്ങൾ നടന്നതായി രേഖപ്പെടുത്തുന്നു. പിന്നീട്
AD 362 ജൂലിയൻ ചക്രവർത്തിയും ഡിസംബർ അവസാനം ഹീലിയോസിനായി വിരുന്നും കായിക മത്സരങ്ങളും നടത്തുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അവിടെ ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ ഡിസംബർ 25 എന്നുള്ള പരാമർശമില്ല. എന്നാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു ക്രിസ്ത്യൻ ഹോമിലിയിൽ, ഒരു പ്രസംഗത്തിൽ അവർ അജീയനായൻ്റെ പിറന്നാൾ ഡിസംബർ 25 ആഘോഷിക്കുന്നുവെന്ന് വ്യക്തമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് സൂര്യദേവൻ്റെ പിറന്നാൾ ഡിസംബർ 25 ഉണ്ട് എന്നുള്ളതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ. ഇനി നമ്മൾ ആദ്യം ചോദിച്ച 2 ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഒന്ന്, റോമാക്കാർ എന്നാണ് ഡിസംബർ 25 സൂര്യോത്സവമായി ആഘോഷിക്കാൻ തുടങ്ങിയത്? ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലഭ്യമായിട്ടുള്ള ചരിത്രപരമായ തെളിവുകൾ വെച്ച് AD 274 ഔറേലിയൻ്റെ മതനവീകരണത്തിന് ശേഷം എപ്പോഴോ തുടങ്ങി എന്ന് അനുമാനിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ആഘോഷത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു റോമക്കാർക്കിടയിൽ? നമ്മൾ കണ്ടു കഴിഞ്ഞു, റോമൻ ദൈവങ്ങൾക്കിടയിൽ അത്ര പ്രാധാന്യമില്ലാതിരുന്ന ഒരു മൈനർ ദൈവമാണ് ഈ സൂര്യദേവൻ. അതുമാത്രമല്ല, സൂര്യദേവന് തന്നെ ഈ ഡിസംബർ 25 പഴക്കമുള്ളതും അല്ല ഇതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ വേറെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡിസംബർ 25 റോമാക്കാർക്കിടയിൽ വലിയ പ്രാധാന്യമുള്ള ആഘോഷമായിരുന്നില്ല ക്രിസ്മസ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് റോമിലെയും മറ്റിടങ്ങളിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളെ സ്വാധീനിക്കാൻ മാത്രം പഴക്കമോ പ്രചാരമോ പ്രാധാന്യമോ, ഒന്നുകൂടി പറയാം, പഴക്കമോ പ്രചാരമോ പ്രാധാന്യമോ ഡിസംബർ 25 സൂര്യോത്സവം, അതായത് നത്താലിസ് ഇൻവിക്റ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. റോമാക്കാർ ഡിസംബർ 25 സോൾ ഇൻവിക്ടസിൻ്റെ ജന്മദിനമായി കൊണ്ടാടിയിരുന്നു എന്നുള്ളതിന് പരിമിതമായ തെളിവുകൾ ലഭ്യമാണെങ്കിലും മറ്റ് റോമൻ അവധി ദിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും മറ്റ് റോമൻ ദൈവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇതൊരു വലിയ ഉത്സവമോ അല്ലെങ്കിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഉത്സവമോ ആയിരുന്നില്ല എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. സോൾ ഇൻവിക്ടസിൻ്റെ ജന്മദിനം സ്ഥാപിക്കപ്പെടുന്നതിനും പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ ക്രൈസ്തവർ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. AD 200 ആരംഭത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ചരിത്രപരമായ തെളിവുകളിലേക്ക് കടക്കാം. എപ്പോഴാണ് ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ക്രൈസ്തവർ പരിഗണിച്ചു തുടങ്ങിയത്? അതിനുള്ള ചരിത്രപരമായ തെളിവുകൾ എന്തൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ആദ്യത്തെ തെളിവ് റോമിലെ ഹിപ്പോളിറ്റസ്, AD 170 235 ഇടയ്ക്ക് ജീവിച്ചിരുന്ന സഭാപിതാവാണ് റോമിലെ ഹിപ്പോളിറ്റസ്. AD 202 ഇദ്ദേഹം ദാനിയേലിൻ്റെ പുസ്തകത്തിന് ഒരു കമൻ്ററി എഴുതുന്നുണ്ട്. യേശുവിൻ്റെ ജനനം ഡിസംബർ 25 വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് പിന്നീട് ആരോ കൂട്ടിച്ചേർത്ത ഇൻ്റർപൊലേഷൻ ആണ് എന്നൊക്കെ പലരും വാദിക്കാറുണ്ട്. പക്ഷേ ലഭ്യമായിട്ടുള്ള ആദ്യകാല മാനുസ്ക്രിപ്റ്റുകളിലെല്ലാം ഈ ഒരു ഭാഗമുള്ളതുകൊണ്ട് തന്നെ അത്തരമൊരു വാദം നിലനിൽക്കില്ല. ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിപ്പോളിറ്റസ് വെറുതെ ഒരു തീയതി അങ്ങ് പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് വലിയൊരു കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നത്. ആദ്യകാല ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു മഹാന്മാരായിട്ടുള്ളവരെല്ലാം മരിക്കുന്നതും ജനിക്കുന്നതെന്ന് പറയുന്നത് ഗർഭത്തിൽ ഉരുവാകുന്ന സമയമാണ്. അപ്പം മരിക്കുന്നതും ജനിക്കുന്നതും ഒരേ ദിവസമാണ് എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ നേരത്തെ കണ്ട 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സൂര്യദേവൻ്റെ പിറന്നാളിനെ പരാമർശിക്കുന്ന ക്രിസ്ത്യൻ ഹോമിലി ഉണ്ടായിരുന്നല്ലോ, ഓൺ സോൾസ്റ്റേസസ് ആൻഡ് ഈക്വിനോക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസംഗത്തിൽ ഈ ഒരു വിശ്വാസം വളരെ വ്യക്തമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കുകയാണ്. സോ അവർ ലോർഡ് വാസ് കൺസീവ്ഡ് ഓൺ ദ 25th March. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദ പാസ് ഓവർ ആൻഡ് ഓഫ് ദ ലോർഡ് സഫറിംഗ് ആസ് വെൽ ആസ് ഹിസ് കൺസെപ്ഷൻ. He suffered on the very same day that he was conceived. നമ്മുടെ കർത്താവ് മാർച്ച് 25 ഗർഭധാരണം ചെയ്യപ്പെട്ടു. അതേ ദിവസം തന്നെയാണ് പെസഹ ഉത്സവവും കർത്താവിൻ്റെ പീഡനവും നടന്നത്. അദ്ദേഹം ഗർഭധാരണം ചെയ്ത അതേ ദിവസത്തിലാണ് കർത്താവ് സഹിച്ചത്. ഇവരുടെ ഈ വിശ്വാസങ്ങളൊക്കെ ശരിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. സൂര്യദേവൻ്റെ തിരുനാൾ റോമിൽ ആരംഭിക്കുന്നതിന് പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ ഇത്തരം വിശ്വാസങ്ങളുടെ പുറത്ത് ക്രൈസ്തവർ ഡിസംബർ 25 യേശുവിൻ്റെ ജനന തീയതിയായി കണക്ക് കൂട്ടിയിരുന്നു എന്ന് മാത്രമാണ് ഞാനിവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത്.
നമുക്കറിയാം ബൈബിൾ പ്രകാരം യേശുവിൻ്റെ മരണം ജൂത കലണ്ടറിൽ നിസാൻ മാസം 14-ാം തീയതിയാണ്. ഈ നിസാൻ 14 എന്നുള്ളത് റോമാക്കാരുടെ ജൂലിയൻ കലണ്ടറിലേക്ക് മാപ്പ് ചെയ്യാനായിട്ടാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് പോലത്തെ ഒരു സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, ഇദ്ദേഹം ഈ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തുന്നത് AD 200-കളിലാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് ഒരു ലൂണാർ കലണ്ടറായിട്ടുള്ള ജൂത കലണ്ടറിലെ നിസാൻ 14 200 വർഷങ്ങൾക്ക് ഇപ്പുറം സൗര കലണ്ടറായിട്ടുള്ള ഒരു സോളാർ കലണ്ടറായിട്ടുള്ള ജൂലിയൻ കലണ്ടറിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്, നടക്കാത്ത കാര്യമാണ്. എന്നാലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കൂട്ടിക്കിഴിക്കലുകൾക്കൊക്കെ ശേഷം മാർച്ച് 25 എന്നൊരു തീയതിയിലേക്ക് ഇദ്ദേഹം എത്തുന്നുണ്ട്. കിഴക്കൻ സഭകളിലൊക്കെ ഇവരിത് ഏപ്രിൽ 6 എന്ന് പറഞ്ഞൊരു ദിവസത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മളത് പിന്നീട് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ മാർച്ച് 25-നാണ് യേശു മരണപ്പെട്ടതെന്നും അതുകൊണ്ട് അന്നു തന്നെയാണ് യേശു അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് എന്നും ഇദ്ദേഹം കണക്കാക്കുകയാണ്. അപ്പോൾ കൃത്യം ഒരു 9 മാസത്തെ ജസ്റ്റേഷൻ പീരീഡ് ആഡ് ചെയ്തിട്ടാണ് ഡിസംബർ 25-ന് ക്രിസ്തുവിൻ്റെ ജനനത്തിഥിയായിട്ട് ആദ്യത്തെ കാല ക്രൈസ്തവർ തീരുമാനിക്കുന്നത്. ഏപ്രിൽ 6 എന്ന് കണക്ക് കൂട്ടിയവർ അതിനോട് 9 മാസം കൂട്ടിയിട്ട് ജനുവരി 6-ന് ക്രിസ്മസ് തീരുമാനിച്ചു. ഇവിടുത്തെ പോയിന്റ് ഇദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാണ്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ രീതികളെല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാനല്ല. സൂര്യദേവൻ്റെ ആഘോഷം വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ AD 200-കളുടെ ആരംഭത്തിൽ ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നാണ് എന്ന് ക്രൈസ്തവർ കണക്ക് കൂട്ടി കണ്ടുപിടിച്ചിരുന്നു എന്നതിൻ്റെ അനിഷേധ്യമായ തെളിവുകളാണ് ഇത്. ഹിപ്പോളിറ്റസിൻ്റെ പേരിൽ തന്നെ നമുക്ക് 2 തെളിവുകളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ കണ്ട ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള കമൻ്ററി ആയിട്ടുള്ള പുസ്തകത്തിൽ ഡിസംബർ 25-ന് എന്ന് നേരിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് നമുക്കുള്ളത് AD 222-ലെ ഇദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ അടിയിൽ കൊത്തിവെച്ചിട്ടുള്ള ഈ സ്പ്രെഡ്ഷീറ്റാണ്. ഇദ്ദേഹം കണക്കുകൂട്ടലുകൾ നടത്തിയ ഒരു സ്പ്രെഡ്ഷീറ്റ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ അടിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഡിസംബർ 25 എന്ന് പറയുന്നൊന്നുമില്ല. എന്നാൽ ഈ മാർച്ച് 25-ന് യേശു മരിച്ചു എന്ന കണക്കുകൂട്ടലുകളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അതായത് AD 354-ലെ ഫിലോക്കാലിയൻ കലണ്ടറിനും ഒരു 150 വർഷം മുൻപ് ഹിപ്പോളിറ്റസ് യേശുവിൻ്റെ ജനനം ഡിസംബർ 25-നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്ത തെളിവ് AD 221, അതായത് ഔറേലിയൻ ചക്രവർത്തി റോമൻ ചക്രവർത്തി ആകുന്നതിനും 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജൂലിയസ് ആഫ്രിക്കാനസ് തൻ്റെ ക്രോണോഗ്രാഫിയ എന്ന കൃതിയിൽ യേശു ക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മാർച്ച് 25-നാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇദ്ദേഹം നമ്മൾ നേരത്തെ കണ്ട ഹിപ്പോളിറ്റസ് പറഞ്ഞ അതേ മാർച്ച് 25 തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇതിലേക്ക് ലോക സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു പരാമർശവും കൂടി നടത്തുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ലോകം സ്ഥാപിക്കപ്പെടുന്നതും ഇതേ മാർച്ച് 25-നാണ്. ഇതേ മാർച്ച് 25-ന് തന്നെയാണ് യേശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതും ഇതേ മാർച്ച് 25-ന് തന്നെയാണ് യേശു പീഡകൾ സഹിച്ച് മരിക്കുന്നതും എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഇനി 4-ാമത്തെ തെളിവ് AD 354-ലെ ഫിലോക്കാലിയൻ കലണ്ടർ. അതെ, സൂര്യദേവൻ്റെ പിറന്നാൾ ഡിസംബർ 25-നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ ഫിലോക്കാലിയൻ കലണ്ടറിൽ യേശു പിറന്നതും ഡിസംബർ 25-നാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 354-ലെ ക്രോണോഗ്രാഫിൻ്റെ ഒരു പാർട്ടാണ് ഈ കലണ്ടർ. ഫിലോകാലുസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ സൃഷ്ടാവ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫിലോക്കാലിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഡിസംബർ 25-ന് നേരെ വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നെറ്റസ് ക്രിസ്റ്റൂസ് ഇൻ ബെത്ലഹേം യൂദയ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യൂദയായിലെ ബെത്ലഹേമിൽ ക്രിസ്തു ജനിച്ചു. അതായത് സൂര്യദേവൻ്റെ പേര് പറയുന്ന അതേ രേഖയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ജനനവും ഡിസംബർ 25-ന് കൃത്യമായി രേഖപ്പെടുത്തുന്നു. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ ഫിലോക്കാലിയൻ കലണ്ടർ എന്ന് പറയുന്ന ഒരു പക്ക ക്രിസ്ത്യൻ ഡോക്യുമെൻ്റ് ആണ്. റോമിലെ ബിഷപ്പുമാരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ മരണദിനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സഭാരേഖയാണിത്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. സൂര്യദേവൻ്റെ ജന്മദിനത്തെക്കുറിച്ചുള്ള ചരിത്രത്തിലെ ആദ്യത്തെ തെളിവ് ലഭിക്കുന്നത് പോലും ഈ ക്രിസ്ത്യൻ രേഖയിൽ നിന്നാണ്. ഇവിടെ എതിരാളികളുടെ ആരോപണങ്ങളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു ആരോപണം എന്താണ്? ക്രിസ്ത്യാനിറ്റി
ഒഫീഷ്യലായതോടെ മറ്റു മതങ്ങൾ ബാൻ ചെയ്യപ്പെട്ടു. അതോടെ പീഡനങ്ങൾ ആരംഭിച്ചു. അതിനെ ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്വന്തം കലണ്ടറിൽ തങ്ങൾ വെറുക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ സൂര്യദേവൻ്റെ തിരുനാളിനെ പറ്റി എന്തിനു രേഖപ്പെടുത്തണം? ക്രിസ്തുമസിനെ പറ്റി പറയുന്ന അതേ രേഖയിൽ സൂര്യദേവൻ്റെ കാര്യവും പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഡിസംബർ 25 സൂര്യദേവൻ്റെ തിരുനാൾ ഉണ്ടായിരുന്നു എന്നത് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവർ അറിഞ്ഞിരുന്നെന്ന് മാത്രമല്ല, അതിനെ അവർ ഒരു ഭീഷണിയായോ പ്രശ്നമായോ കരുതിയിരുന്നില്ല എന്നതാണ്. ഇനി ഈ സൂര്യദേവൻ്റെ തിരുനാൾ കോപ്പിയടിച്ചതാണ് ക്രിസ്മസ് എന്ന വാദം എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഉദ്ഭവം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1889 ഹെർമൻ യൂസനറാണ് ഈ സിദ്ധാന്തം പ്രചരിപ്പിച്ചതിൽ പ്രമുഖൻ. തൻ്റെ വാദം സ്ഥാപിക്കാനായിട്ട് പ്രധാനമായിട്ടും 2 തെളിവുകളാണ് അദ്ദേഹം നിരത്തുന്നത്. ഒന്ന് 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാർ സെലീബി എന്ന സിറിയൻ എഴുത്തുകാരൻ്റെ വാക്കുകളാണ്. ഇനി യൂസ്നർ നടത്തുന്ന രണ്ടാമത്തെ വാദം, തെളിവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ സോൾസ്റ്റൈസസ് ആൻഡ് ഇക്വിനോക്സസ് എന്ന ക്രിസ്ത്യൻ പ്രസംഗം. 4ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുള്ള ഈ പ്രസംഗം നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ്. സ്നാപക യോഹന്നാൻ്റെയും യേശുവിൻ്റെയൊക്കെ ജീവിതത്തിലെ പ്രധാന തീയതികൾ, ജനനവും മരണവും ഒക്കെ ചേർത്ത് കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിസ്ത്യൻ പ്രസംഗമാണിത്. ഇവിടെ ഡിസംബർ 25 കുറിച്ച് പറയുമ്പോൾ ആ ദിവസം അവർ അജയ്യനായ സൂര്യൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. എന്നാൽ മരണത്തെ പോലും തോൽപ്പിച്ച യേശു അല്ലേ യഥാർത്ഥത്തിൽ അജയ്യൻ, നീതി സൂര്യനായ ക്രിസ്തുവല്ലേ യഥാർത്ഥത്തിൽ സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതല്ലാതെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ പേഗൻസിനെ അനുകരിക്കുന്നതായിട്ടോ അവരുടെ ആഘോഷങ്ങളെ അമർച്ച ചെയ്യാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടോ ഒന്നും ഒരു തെളിവും ഈ പ്രസംഗത്തിലില്ല. ചുരുക്കത്തിൽ സൂര്യദേവൻ്റെ തിരുനാൾ ദിവസം കോപ്പിയടിച്ചുകൊണ്ടാണ് ഡിസംബർ 25 ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നതിന് തെളിവായി ഹെർമൻ യൂസ്നർ മുന്നോട്ട് വച്ച 2 തെളിവുകളും ഇതോടെ പാടെ പരാജയപ്പെടുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ ഒന്ന് നോക്കാം. AD 200കളുടെ ആരംഭത്തിൽ തന്നെ ക്രൈസ്തവരായിട്ടുള്ള എഴുത്തുകാർ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായി കണക്ക് കൂട്ടിയിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. AD 200കളുടെ തുടക്കത്തിൽ തന്നെ റോമിലെ ഹിപ്പോളിറ്റസ്, ജൂലിയൻ ആഫ്രിക്കാനസ് പോലെയുള്ള ആൾക്കാരുടെ രേഖകളിൽ നിന്നും ഇത് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാൽ ഡിസംബർ 25 സൂര്യദേവൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ആദ്യത്തെ തെളിവ് AD 354 ഫിലോക്കാലിയൻ കലണ്ടർ എന്ന ഒരു ക്രിസ്ത്യൻ ഡോക്യുമെൻറ്റിൽ മാത്രമല്ല ഇത് വിരൽ ചൂണ്ടുന്നത് AD 274 ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണത്തിലേക്കുമാണ്. അതായത് AD 274 ശേഷം എപ്പോഴോ തുടങ്ങിയതാണ് ഈ പറയുന്ന സൂര്യദേവൻ്റെ പിറന്നാൾ. റോമാക്കാർക്കിടയിൽ പണ്ട് യാതൊരു പ്രാധാന്യവും ഇല്ലാതിരുന്ന സൂര്യദേവന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ലഭിക്കുന്നത് ഈ ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണങ്ങൾക്ക് ശേഷം മാത്രമല്ല സൂര്യദേവൻ്റെ തിരുനാളുകൾക്കിടയിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒന്നായിരുന്നു ഡിസംബർ 25. ഇതിനേക്കാൾ വലുതും പഴക്കമുള്ളതുമായ മറ്റ് ഉത്സവങ്ങൾ സൂര്യന് തന്നെ വേറെ ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ സൂര്യദേവൻ്റെ ഈ ആഘോഷം ഡിസംബർ 25 ആരംഭിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ക്രൈസ്തവർ കണക്ക് കൂട്ടിയിരുന്നു എന്നതിന് വളരെ വ്യക്തമായ ചരിത്ര രേഖകൾ നമുക്കുണ്ട്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിലുള്ള ചില പ്രൊട്ടസ്റ്റന്റ് പന്തകുസ്ത ചിന്തകരും ഹെർമൻ യൂസ്നറെ പോലെയുള്ള പണ്ഡിതനും ചേർന്ന് മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥ മാത്രമാണ് ഈ ക്രിസ്മസ് കോപ്പിയടി സിദ്ധാന്തം എന്ന് നമുക്കിതിലൂടെ തെളിയിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടെ സൂര്യദേവൻ്റെ തിരുനാളാണ് ക്രിസ്മസ് എന്ന വാദം നമ്മളിവിടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മിത്രാസ് ദേവൻ്റെ പിറന്നാളാണ് ഡിസംബർ 25 എന്ന വാദത്തിന് ഒരു മറുപടി നമുക്ക് നൽകാം. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.